ഹലോ നമസ്കാരം എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എത്ര കൃത്യമായിട്ട് നമ്മൾ വെച്ചാലും ചോറ് ഒരുപാട് ബാക്കി ഉണ്ടാവും. അപ്പോൾ ചോറ് വെച്ചിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും പറയണ പോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ മുകളിലൊരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അതിൽ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫോണിൽ വരും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇവിടെ ഒരു ബൗള് ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ജീരകം, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഒരു നുള്ള്, ഒരു പിടി ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്, കറുത്ത എള്ള്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോറും ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറ് യൂസ് ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. 2 പ്രാവശ്യമായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ, നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം 2 കയ്യിലും ആക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റിക്ക് രീതിയിലാണ് ആക്കുന്നത്. അധികം വെള്ളം ആവരുത്. അധികം വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാ മാവും കൂടെ അങ്ങനെ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാവണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്നങ്ങനെ നമ്മൾ ഇളക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം, എങ്കിലേ എല്ലാ വശവും ഒന്ന് മുരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ബാലൻസ് ഉള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബാലൻസ് വരുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ സോസൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ മഴയൊക്കെ പെയ്യണില്ലേ, അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ നമ്മൾ കട്ടൻ ചായയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്